പിതാക്കന്മാർ ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ രാജാവാണ് നീ എങ്കിൽ നീ പറ, നിന്നെ തല്ലിയതാരെന്ന്. ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. ശമരിയ സ്ത്രീയുടെ ഉള്ളിൽ ആരും അറിയാതെ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നവനല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന് ഹൃദയത്തിന്റെ നിലവുകളെയും ഉൾപ്പുകളെയും ആരായെന്നറിയുന്നവനല്ലേ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അവനെ അടിച്ചപ്പോഴും അവന്റെ ശരീരം മുഴുവനും ചാട്ടവാള കൊണ്ട് ഒരു ചാൽ ഉഴുതും അറിയിക്കുന്നത് പോലെ ശരീരം മുഴുവനും കീറിയപ്പോഴും അവന്റെ തലയിൽ മുൾക്കിടം വെച്ചപ്പോഴും അവനെ കോലുകൊണ്ട് അടിച്ചപ്പോഴും അവന്റെ മുഖത്തെ രോമങ്ങളെല്ലാം ഓരോന്നോരോന്നായി പറിച്ചെടുത്തപ്പോഴും എന്തുകൊണ്ട് അവൻ മൗനമായിരുന്നു എന്നറിയാമോ? തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ മൗനമായിരിക്കണം. അറുക്കുവാൻ കൊണ്ടുപോകുന്ന, അതായത് രോമം കത്രിക്കുന്നവരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനമായിരുന്നു. അവൻ വായ് തുറക്കാതിരുന്നു. അവൻ ആടിന്റെ രോമം കത്രിക്കുമ്പോൾ ആടൊരു സുഖം അനുഭവിക്കുന്നത് പോലെ കാൽവരിയുടെ കൊലമരത്തിൽ അവന്റെ ശരീരം മുഴുവനും അടിച്ചു കീറുമ്പോഴും അവന്റെ ശരീരം മുഴുവനും അവർ മാന്യതയില്ലാതെ ഇടപെടുമ്പോഴും അവനെല്ലാം സഹിച്ചു. അത് സുഖത്തോടുകൂടെ സഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ എഴുതി വെച്ചു, മുമ്പിലുള്ള സന്തോഷമോർത്തപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മുമ്പിലുള്ള സന്തോഷമോർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞു. അല്ലയോ എള്ളുവിളയെ, കാൽവരിയുടെ ക്രൂശിൽ യേശു ക്രിസ്തു തൂങ്ങപ്പെട്ടത്, ശരീരം മുഴുവനും കീറപ്പെട്ടത് നിന്റെ പാപത്തിന് പകരമായി, നിന്റെ പാപത്തിന്റെ ശിക്ഷ നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ ദൈവത്തിന്റെ വകയാക്കി തീർക്കുവാൻ, നിന്റെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു.